കുണുവാവയ്ക്ക് ജാമ്യം കൊടുക്കണം, കൊടുത്തേ പറ്റൂ, ആരോഗ്യം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രാവിലെ മുതൽ ചിണുങ്ങലോട് ചിണുങ്ങലായിരുന്നു. അവസാനം കോടതി കൊണ്ടുപോയി കുണുവാവയുടെ ആരോഗ്യം ശരിയാണെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതും വ്യാജം. അടപടലം വാ തുറന്നാൽ വ്യാജനടി മാത്രമാണല്ലോടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിന്ന് വരുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് ജയിലിലിടാൻ കോടതിയും പറഞ്ഞു. 22-ാം തീയതി വരെ റിമാൻഡിലാണ്. ആകെ നാണം കെട്ടു. നമ്മൾ അടപടലം വ്യാജനാണെന്ന് ജനങ്ങൾ പറഞ്ഞു, പ്രവർത്തകർ പറഞ്ഞു എന്ന് മനസ്സിലായ രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക് പോകും വഴി അവസാനമായി ഒരു ഷോ ഇറക്കുകയാണ്. എൻ്റെ ഷോളറിൽ പിടിച്ചോന്നേക്ക് എനിക്കറിയാടാ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ. കാണേണ്ട നാടകമാണ്, ആരും കാണാതെ പോകരുത്, മുഴുവനും കാണണം. നാടകത്തിന് ശേഷം നമ്മുടെ കുണുവാവേനെ പോലീസ് പിടിച്ച് വണ്ടിയുടെ അകത്തേക്ക് ചവിട്ടിക്കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് പറയാനാണ്? സമരമാണെന്ന് പറഞ്ഞ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അകത്തേക്കിട്ടത് അത്ര ശരിയല്ലെന്നാണ് നമ്മുടെ 1-ാം പ്രതിയുടെയും 2-ാം പ്രതിയുടെയും 3-ാം പ്രതിയുടെയും ഒക്കെ വാദം. എന്തായാലും ഇത് കേരളമല്ലേ, ഇവിടെ പിണറായി വിജയനാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് തെമ്മാടിത്തരം കാട്ടിയ ഇതാ ഇങ്ങനെ പിടിച്ചകത്തിടും. എന്തായാലും നമുക്ക് ആ നാടകം ഒന്ന് കാണാം. വീണ്ടും സംഘർഷം ഉണ്ടാവുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നുള്ള രാഹുലിന്റെ ആവശ്യത്തെ പോലീസ് തടയുന്നു. സംഘർഷാവസ്ഥ പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളുമാണ്. പ്രവർത്തകർ രാഹുൽ പ്രതികരിക്കണമെന്ന ആവശ്യത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ മീഡിയ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഷാഫി രാവിലെ തുടങ്ങിയതാ. ഷാഫി രാവിലെ ശക്തി പിടിച്ച് ഞാൻ കണ്ടതാ. ഞാൻ കൊലക്കേസിലെ പ്രതിയാണ്. ഈ വണ്ടി പരിഹാരമുള്ള കേസിലെ പ്രതി എന്നാ പിടിച്ചങ്ങേറ്റ് രാവിലെ തുടങ്ങിയതല്ലോ. ഞാൻ പൊളിറ്റിക്കൽ കേസിലാ സമരം ചെയ്തതാ. നീ രാവിലെ ശശിവളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി തീർക്കണം. നീ രാവിലെ തുടങ്ങിയതാ. ഷാഫി രാവിലെ തൊട്ട് തുടങ്ങിയതാ. സി ഐ രാവിലെ സത്യപ്പെടുത്തി രാവിലെ സി ഐ രാവിലെ മുതൽ ബോധപൂർവമായി പ്രകടനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. രാവിലെ സത്യമേ പിടിക്കുക. ഞാൻ എന്താ കൊലക്കേസിലെ പ്രതിയാണോ? ഞാൻ സമരം ചെയ്തിട്ട് വന്ന ആളല്ലേ? കൊലക്കേസ് ഷാഫി എന്റെ നീ സത്യം പിടിച്ചാൽ മറന്നിട്ടില്ല. രാവിലെ തൊട്ട് സി ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പോലെ പെരുമാറുന്നേ. രാവിലെ തൊട്ട് അനാവശ്യമായി പ്രകടനം ഉണ്ടാക്കാം. ഞാൻ ഇതിനോടല്ലേ സഹകരിച്ച ആളാ. ശശിവല്ലെന്നും പറഞ്ഞിട്ടാണോ വാഹനത്തിൽ നിന്നുള്ള